കട്ടപ്പന കൊച്ചുതോവാള സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഞായറാഴ്ച ദിനം വിശ്വാസികൾക്ക് വേറിട്ട അനുഭവമായി. വിശുദ്ധ കുർബാനയ്ക്കെത്തിയ അതിഥികളാണ് വ്യത്യസ്തത സമ്മാനിച്ചത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. ജർമ്മനിയിൽ നിന്നെത്തിയ 32 അംഗ സംഘം ദേവാലയത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കാളികളായി. ഒപ്പം വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ജർമ്മനിയിൽ നിന്ന് കേരളം കാണാനെത്തിയ 32 അംഗ സംഘമാണ് കട്ടപ്പന കൊച്ചുതോവാള സെന്റ് ജോസഫ് ദേവാലയത്തിലെത്തിയത്. കേരളത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം ഗ്രാമപ്രദേശങ്ങളിലെ ദേവാലയം സന്ദർശിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഇവർ കൊച്ചുതോവാളയിലെത്തിയത്. ജർമ്മനിയിലെ മ്യൂണിറ്റിയിൽ നിന്നുള്ള യാത്രാസംഘമാണ് എത്തിയത്. ഇവരോടൊപ്പം ഫാദർ ജോസ് ചീരംവേലിയും ഉണ്ടായിരുന്നു. ജർമ്മനിയിലെ മ്യൂണിക് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ അവിടെ 20 വർഷമായിട്ട് ജോലി ചെയ്യുകയാണ്. എൻ്റെ പേര് ജോസഫ് ചീരംവേലിൽ, അല്ലെങ്കിൽ ഷിബോച്ച് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു 32 പേർ ഒന്നിച്ച് ഇവിടെ ഒരു 15-17 ദിവസം ചെലവഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ യാത്ര തുടങ്ങി ഇപ്പോൾ അവസാന ഘട്ടങ്ങളിലാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ കുർബാന അർപ്പിച്ച്, ഈ പള്ളിയിൽ കുർബാന അർപ്പിച്ച്, കൊച്ചുതോവാള പള്ളിയിൽ കുർബാന അർപ്പിച്ച് അച്ഛൻ്റെ ആതിഥ്യം സ്വീകരിച്ച് ഞങ്ങൾ ഇവിടുന്ന് മൂന്നാറിലേക്കാണ് പോകുന്നത്. അപ്പം വളരെ സന്തോഷമുണ്ട് ഞങ്ങളെ സ്വീകരിച്ചതിനും ഇതുവഴി ഈ കൊച്ചു വില്ലേജ് പരിചയപ്പെടാനും ആൾക്കാരെ കാണാനും കുട്ടികളെ കാണാനും ഒക്കെ സാധിച്ചതിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇവർ വന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ കേരളം പരിചയപ്പെടാനും കേരളം കാണാനും കേരളത്തെ മനസ്സിലാക്കാനും അവർക്ക് ഒത്തിരി സന്തോഷമായി ഇവിടെ നമ്മുടെ പച്ചപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവരൊത്തിരി സന്തോഷത്തിലാണ്. അവരിനിയും പല പ്രാവശ്യം വരുമെന്നാണ് അവർ പറയുന്നത്. ഞായറാഴ്ച രാവിലെ 9 മണിയോടെ ദേവാലയത്തിലെത്തിയ സംഘത്തെ ഇടവക വികാരി ഫാദർ ജോസ് വലിയകുന്നത്തിന്റെ നേതൃത്വത്തിൽ കൈക്കാരന്മാരും ഇടവക ജനങ്ങളും വിശ്വാസ പരിശീലന വേദിയിലെ കുട്ടികളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാനയിൽ ഇവർ പങ്കാളികളായി. വിശ്വാസ സമൂഹത്തെ കൂടുതൽ മനസ്സിലാക്കുക, കുട്ടികൾക്കുള്ള വിശ്വാസ പരിശീലനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്നുകൂടി ബോധ്യപ്പെടുകയായിരുന്നു ഇവരുടെ ലക്ഷ്യങ്ങൾ. ജർമ്മൻകാരുടെ ഇവരുടെ ഈ കമ്മ്യൂണിറ്റിയുടെ വരവിൻ്റെ ഉദ്ദേശം പ്രത്യേകമായിട്ട് സീറോ മലബാർ സഭയെ പരിചയപ്പെടുക, കൂടുതൽ അടുത്തറിയുക. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ള ഒരു പള്ളി കൊച്ചു ഇടവകയിലുള്ള വിശ്വാസ സമൂഹത്തെ കൂടുതൽ മനസ്സിലാക്കുക. അവിടെയുള്ള കുട്ടികളുടെ വിശ്വാസ പരിശീലനം ഏത് രീതിയിലാണ് നടക്കുന്നത്, അവരുടെ വിശ്വാസ പരിശീലനത്തിൽ അവരുടെ ആഴമായ പങ്കാളിത്തം എന്തുമാത്രമുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇന്നത്തെ ദിവസം അവർ ഈ ഒരു ഗ്രൂപ്പ് ഇവിടെ ഈ ഇടവകയിൽ സന്ദർശനം നടത്തുന്നതും അവർ വിവരങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി വന്നതുമൊക്കെ. പ്രത്യേകമായിട്ട് ഈ ഇടവകയിലേക്ക് അവരെ കൃത്യമായിട്ട് ഇടവക്കാരെല്ലാം സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അവർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. സൺഡേ സ്കൂൾ കുട്ടികൾ അവരെ സ്വാഗതം ചെയ്തു. അതിനുശേഷം അവർ കുട്ടികളെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നത്. എത്ര പേരടങ്ങുന്ന സംഘം? ഇവർ ഏകദേശം ഒരു 32ഓളം പേരടങ്ങുന്ന സംഘമാണ്. അതിനകത്തൊരു MCBS വൈദികനുണ്ട്, ഷിബു ചീരംവേലിൽ എന്ന് പറയുന്നൊരു അച്ഛനാണ്. അച്ഛൻ 20 വർഷത്തോളമായിട്ട് ജർമ്മനിയിൽ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനാണ്. അച്ഛനാണ് ഈ ഗ്രൂപ്പിനെ ഇവിടെ കൊണ്ടുവരുവാൻ ഇടയായിരിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജർമ്മൻ യാത്രാ സംഘത്തിന് ദേവാലയ അധികൃതരുടെ വക ഉപഹാരങ്ങളും നൽകി. തുടർന്ന് സ്നേഹവിരുന്നും നൽകിയാണ് ഇവരെ മടക്കിയത്. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.